ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് കേഡറ്റ് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ 2 വേണോ എന്നുള്ളത്, അല്ലെ? അപ്പൊ ഒരുപാട് പേര് നമ്മളെ റെഗുലർലി വിളിച്ച് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ കേഡറ്റ് ആയിക്കൊള്ളട്ടെ, LPUP ആയിക്കൊള്ളട്ടെ, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതേപോലെ നമ്മുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലെ? അതേപോലെ അപ്ഡേഷൻസ് വാട്സ്ആപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് എയിം സ്റ്റഡി സെന്റർ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൂടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, കേഡറ്റ് 3 ഉണ്ടെങ്കിൽ 2 വേണോ എന്നുള്ള ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ അല്ല, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ റീസെന്റ് വന്നിട്ടുള്ള അപ്ഡേഷൻസ് മാത്രം നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ കേട്ടിട്ട് എന്താ നമ്മളിപ്പോ ഈ പറയുന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മേൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെ, മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. അപ്പൊ കേട്ടിട്ട് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് ഏറ്റവും വലിയ റിസൾട്ട് നേടിക്കൊണ്ടിരിക്കുന്ന എയിം സ്റ്റഡി സെന്റർ തന്നെയാണ്. 10ാം തവണയും എയിംസ് എന്ന് വെച്ചാൽ കേഡറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മികച്ച റിസൾട്ട് നേടിത്തന്ന സ്ട്രാറ്റജിയോടൊപ്പം തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ഒരൊറ്റ ചാൻസിൽ കേഡറ്റ് നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾക്കായിട്ട് ഇപ്പൊ സ്പെഷ്യൽ ഓഫർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. 58% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്കായി അവൈലബിൾ ആവുന്നത് കേട്ടോ. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ ഈ അപ്ഡേഷൻസും കാര്യങ്ങളും ചില കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, അതൊന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഇപ്പൊ വന്ന കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ചില കാര്യങ്ങളാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് RT ആക്ട്, അധ്യാപകരുടെ നിയമന കാര്യത്തിൽ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധ്യാപകരായി നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യ അഭിരുചിയും കഴിവും ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൽ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരായി നിയമിക്കപ്പെടാനുള്ള നിലവാരം നിർണ്ണയിക്കുന്നതിനായി നടത്തപ്പെടുന്ന യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത് LP ലോവർ പ്രൈമറിക്കും, കേഡറ്റ് കാറ്റഗറി 2 എന്ന് പറയുന്നത് UP അപ്പർ പ്രൈമറിക്കും, 3 എന്ന് പറയുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കും, കാറ്റഗറി 4 എന്ന് പറയുന്നത് ഭാഷാ അധ്യാപകർ, അതായത് അറബിക്, ഹിന്ദി, സംസ്കൃതം, ഉറുദു UP തലം വരെയുള്ളവർക്കുമാണ്. അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിട്ടുള്ള ആർട്ട്, ക്രാഫ്റ്റ്, കായിക അധ്യാപകർക്കും കാറ്റഗറി 4 ആണ് ആവശ്യം വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഈ കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളതാണ്. അപ്പൊ ഈ ഒരു മാനദണ്ഡ പ്രകാരം തന്നെയാണ് നമ്മൾ പരീക്ഷകൾ എഴുതുന്നത്, അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷന്റെ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഒരു ഇളവുകളുടെ ഒരു കോളം ഉണ്ട്, അല്ലെ? അതിൽ സീറ്റഡ് പ്രൈമറി സ്റ്റേജ്, അതായത് പേപ്പർ 1 പാസ്സായവരെ കേഡറ്റ് കാറ്റഗറി 1 നിന്നും സീറ്ററ്റ് എലിമെന്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കാവുന്നതാണ്. രണ്ടാമത്തതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നെറ്റ്, സെറ്റ്, MPhil, PhD, ME, MEd എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നിന്നും ഒഴിവാക്കാവുന്നതാണ് എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ താഴെ കുറിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1/9/2025 തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇതെല്ലാം വിധേയമാണ്, ഈ ഇളവുകളെല്ലാം വിധേയമാണ് എന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നെറ്റ്, സെറ്റ് എന്നുള്ളത് ഇപ്പോഴും എന്താണ്, കേട്ടറ്റ് നിർബന്ധം എന്നതിലേക്ക് നമ്മൾ ഈ പരിഗണിക്കേണ്ടതാണ്. ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് നമ്മൾ അപ്പൊ അവിടെ എന്ത് ചെയ്യണം, സുപ്രീം കോടതി വിധി വെച്ചിട്ട് വേണം വായിക്കാനായിട്ട്. അപ്പൊ അതെന്താണ്, നമ്മൾക്കത് ഒഴിവാക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നെറ്റ്, സെറ്റോ, MPhilോ, PhDയോ, MEd ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കേട്ടറ്റ് നിർബന്ധമാണ്. ഈ ഒരു പാരഗ്രാഫ് എന്ത് ചെയ്യുക, നമ്മളത് ഈ കുറിപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് പരിഗണിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കേട്ടറ്റിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. വളരെ വ്യക്തമായി
വ്യക്തമായി തന്നെ പരീക്ഷാഭവന്റെ നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ആദ്യത്തെ ഘട്ടം. ഇനി ഈ ഇടയ്ക്ക് ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം വന്നിരുന്നു അല്ലെ, പരീക്ഷയുമായി ബന്ധപ്പെട്ട തീയതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സൂചനയിലെ കത്ത് മുഖേന ആവശ്യപ്പെട്ടത് പ്രകാരം കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിന്യായത്തിനനുസൃതമായി ജില്ലാ സമിതികൾ മുഖേന ഭിന്നശേഷി ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്ന സൃഷ്ടീകരണം പുറപ്പെടുവിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വെർഡിക്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു കത്തിലുള്ള വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് നിലവിൽ തുടർന്നു വരുന്നത് പോലെ LPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 1 അഥവാ കേട്ടറ്റ് 2 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. UPSC നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ ഇത് വരും എന്നല്ല ഞാൻ പറയുന്നത്, ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭിന്നശേഷി നിയമനത്തിൽ ഇങ്ങനെ ഒരു ക്ലോസ് അവിടെ ഇട്ടത് കൊണ്ട് UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. HST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 3 നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങള് എന്ത് ചെയ്യാ, ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന പുനഃപരിശോധനാ ഹർജിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവുകൾക്കും വിധേയമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ് എന്ന ക്ലോസ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത UPSC നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോസോട് കൂടിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ കാറ്റഗറി 3 ഉണ്ടെങ്കിലും കാറ്റഗറി 2 നമുക്ക് അത്യാവശ്യമായി വരും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സേഫ് എന്ന് പറയുന്നത് കാറ്റഗറി 3 ഉള്ളവരാണെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന LPUP നോട്ടിഫിക്കേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് കാറ്റഗറി 2വിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നത് തന്നെയായിരിക്കും നമ്മൾക്ക് സേഫ് ആയിട്ടുള്ള കാര്യം. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ഇപ്പൊ നമുക്ക് എന്താണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത നമുക്കൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ സമയം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ കാറ്റഗറി 2വിനുള്ള അപേക്ഷകൾ നിർബന്ധമായി നൽകുക. ഇപ്പൊ കാറ്റഗറി 3 മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരോട് പറയാം 3 മാത്രമല്ല 2ഉം കൂടെ ചേർത്തി തന്നെ അപ്ലൈ ചെയ്യണം. കാരണം UPSCക്ക് കാറ്റഗറി 2 നിർബന്ധമാക്കിക്കൊണ്ടുള്ളൊരു എന്താണ് നോട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ വിജ്ഞാപനമാണ് വരുന്നതെങ്കിൽ അപ്പൊ അതൊരു ബുദ്ധിമുട്ടായി മാറരുത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. എന്താണെങ്കിൽ UPSC പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും കാറ്റഗറി 2ന്റെ നമ്മുടെ പ്രിപ്പറേഷൻസ്. അത് മനസ്സിലാക്കുക. കാരണം സിലബസുകൾ തമ്മിൽ ഒരുപാട് സാമ്യതയുള്ളതാണ്. അപ്പോൾ കാറ്റഗറി 2നുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിക്കുക. നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾക്ക് മുൻപിൽ 60-ൽ താഴെ ദിവസങ്ങളാണ് ഉള്ളതെങ്കിൽ പോലും കൃത്യമായി തന്നെ ആ ഉള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ചാൻസിൽ തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കേട്ടറ്റിന്റെ കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ 58% ഡിസ്കൗണ്ട് വരുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെയാണ് മെന്റർഷിപ്പോട് കൂടി വരുന്ന ബാച്ച്. ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF മെറ്റീരിയൽസും നിരവധി മോക്ക് ടെസ്റ്റുകളും 5 മോഡൽ പരീക്ഷകളും SCRT NCRT കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ 2000 ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുടെ PDF ഇതൊക്കെ നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കൃത്യമായി തന്നെ ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ പഠിച്ച് ആഴ്ചയിലെ റിവിഷൻ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കൃത്യമായി ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന റിസൾട്ടുകൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചത്. അടുത്ത കാഡറ്റ് വിജയി നിങ്ങളാണ്. കേരളത്തിൽ തന്നെ ചരിത്ര വിജയമാണ് 10ാം തവണയും എയിം സ്റ്റഡി സെന്റർ നേടിയിരിക്കുന്നത്. 10 കേഡറ്റിലായി 7000-ലധികം വിജയികൾ. നിങ്ങൾക്കറിയാം ഇത് വെറും ഒരു സംഖ്യയല്ല, വിത്ത് പ്രൂഫ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചരിത്ര വിജയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പൊ കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.